നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഒരു മഹാത്മാവ് തന്നെ കാണാനെത്തിയ ആളുമായി സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്ന് മഹാത്മാവ് ചോദിച്ചു. ഞാനൊരു കമ്പനിയിൽ ക്ലാർക്കാണ്, അയാൾ പറഞ്ഞു. നിങ്ങളുടെ അടുത്ത ഉദ്യോഗ കയറ്റം എന്തായിരിക്കും? മഹാത്മാവിൻ്റെ അടുത്ത ചോദ്യം എത്തി. ഞാൻ സീനിയർ ക്ലാർക്കാകും, അയാൾ പറഞ്ഞു. മഹാത്മാവ് വീണ്ടും ചോദിച്ചു, അതിനുശേഷം എന്താകും? ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ്റെ അസിസ്റ്റൻ്റ് ആകുമെന്ന് അയാൾ ഉത്തരം പറഞ്ഞു. അതിനുശേഷമോ? മഹാത്മാവ് വീണ്ടും ചോദിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് തലവനാകും, സന്ദർശകൻ പറഞ്ഞു. അതിനുശേഷം എന്താകാനാണ് സാധ്യത? മഹാത്മാവിൻ്റെ അടുത്ത ചോദ്യം എത്തി. ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റ് ആകുമെന്ന് അയാൾ പറഞ്ഞു. കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ മഹാത്മാവ് അല്പനേരം ആലോചിച്ച ശേഷം വീണ്ടും ചോദിച്ചു, അല്ല, വൈസ് പ്രസിഡന്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താകും? ഭാഗ്യവും പരിശ്രമവും പിടിപാടുമുണ്ടെങ്കിൽ പ്രസിഡന്റ് ആകുമെന്ന് സന്ദർശകൻ പറഞ്ഞു. അതിനുശേഷം എന്താകും എന്ന് മഹാത്മാവ് ചോദിച്ചപ്പോൾ സന്ദർശകന് വല്ലാത്ത ദേഷ്യം വന്നു. അയാൾ അരിശത്തോടെ ഉറക്കെ ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ഞാൻ ഈശ്വരനാകണോ? അത് കേട്ട് മന്ദസ്മിതത്തോടെ മഹാത്മാവ് പറഞ്ഞു, ഇപ്പോഴാണ് കുഞ്ഞെ നീ ശരിയായ ഉത്തരം പറഞ്ഞത്. പക്ഷേ നീ ഈശ്വരനാകേണ്ട, നീ ഈശ്വരൻ തന്നെയാണ്. ആ അറിവുണ്ടായാൽ മതി. ഈ അറിവാണ് യഥാർത്ഥ ആധ്യാത്മികത. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. ദിനമപി രജനീ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ. ദിനമപി രജനീ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ. കാലഃ ക്രീഡതി ഗച്ഛത്യായുഃ. കാലഃ ക്രീഡതി ഗച്ഛത്യായുഃ. തദപി ന മുഞ്ജത്യാശാ വായുഃ. തദപി ന മുഞ്ജത്യാശാ വായുഃ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. രാവും പകലും സായങ്കാലവും പ്രഭാതവും മാറി മാറി ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ശിശിരവും വസന്തവും മാറി വരുന്നു. ഋതുക്കൾ മാറി മാറി വന്നു പോകുന്നു. ഇപ്രകാരം കാലം കളിക്കുകയാണ്. ഓരോ നിമിഷം കഴിയുമ്പോഴും ആയുസ്സും അത്ര കണ്ട് കുറയുന്നു. ഭജഗോവിന്ദം
ചതുർദശ മഞ്ജരികയിലെ 2-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. മോഹമുദ്ഗരത്തിലെ 2-ാം ഭാഗത്തിൽ 2-ാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലഃ ക്രീഡതി ഗച്ഛത്യായുഃ തദപി ന മുഞ്ചത്യാശാവായുഃ. ഇവിടെ ദിനമപി രജനീ സായം പ്രാതഃ എന്നും പാഠഭേദം. ദിനയാമിന്യവും, ദിനവും യാമിനിയും, പകലും രാത്രിയും. ദിനശബ്ദം ചിലപ്പോൾ പകലിനെ മാത്രം സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ പകലും രാത്രിയും ചേർന്ന ഒരു ദിവസത്തെ മുഴുവൻ സൂചിപ്പിക്കാനും പ്രയോഗിക്കാറുണ്ട്. എന്നാൽ ഇവിടെ യാമിനി ശബ്ദം വേറെ പറഞ്ഞതുകൊണ്ട് ദിനയാമിന്യം എന്ന് പറഞ്ഞാൽ പകലും രാത്രിയും. പാഠഭേദം അനുസരിച്ച് ദിനമപി രജനീ, ദിനമപി പകലും, രജനീ രാത്രിയും. സായം പ്രാതഃ, സായങ്കാലവും പ്രാതഃകാലവും. സായങ്കാലം എന്ന് പറയുമ്പോൾ ദിനത്തെ രാത്രിയോട് ചേർക്കുന്ന ഭാഗം, പ്രാതഃകാലം എന്ന് പറയുമ്പോൾ രാത്രിയെ പകലിനോട് ചേർക്കുന്ന ഭാഗം. വേണമെങ്കിൽ നമുക്ക് ഇരുസന്ധ്യകളായിട്ട് അവയെ എടുക്കാം, പ്രാതഃസന്ധ്യയും സായം സന്ധ്യയും. ശിശിരവസന്തവും, ശിശിരവും വസന്തവും ഋതുക്കളാണ്. ശിശിര ഋതുവും വസന്ത ഋതുവും. പുനരായാതഃ, പുനഃ പുനഃ ആയാതഃ, വീണ്ടും വീണ്ടും വന്ന് പോകുകയാണ്. ഇങ്ങനെ കാലഹ ക്രീഡതി, കാലം കളിക്കുന്നു, കാലം കളിക്കുകയാണ്. ഈ കാലത്തിൻ്റെ കളിക്കനുസരിച്ചോ ഗച്ഛത്യായുഹു, ആയുസ് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് പലപ്പോഴും നമ്മൾ ഓർമ്മിക്കാറില്ല, പക്ഷെ വസ്തുതയെ ഓർമ്മിപ്പിക്കുകയാണ്. കാലം കളിക്കുന്നു, ആയുസ് പോകുന്നു. തദപി എന്നിരിക്കലും ന മുഞ്ചത്യാശാവായുഹു, ആശയാകുന്ന വായുവെ മനുഷ്യൻ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഇത് ഒരു വസ്തുതയെ വെളിപ്പെടുത്തുകയാണ്. ഇത് ചില ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് തുളച്ച് കയറുന്ന ഒരു പ്രശ്നവാക്യമാണ്. നീ ചെയ്യുന്നുവോ എന്ന അർത്ഥത്തിൽ. ഇവിടെ പകലും രാത്രിയും പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സായം പ്രാതഃ എന്ന് പറഞ്ഞതെന്ന് സംശയം വരാം. കാരണം സായങ്കാലം പകലിൽ ഉൾപ്പെട്ടു, പ്രാതഃകാലം അതും ഉൾപ്പെട്ടത് തന്നെ. പകലിൽ ഉൾപ്പെട്ടു, അല്ലെങ്കിൽ രാത്രിയിൽ ഉൾപ്പെട്ടു. സമയം രാവും പകലെന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെട്ട് കഴിഞ്ഞു. പിന്നെ എന്തിന് സായം പ്രാതഃ എന്ന് പറഞ്ഞു? അവിടെ മനസ്സിലാക്കാനുള്ളത്, സന്ധ്യാവന്ദനാദികൾ കർശനമായി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു സമാജത്തെ സംബന്ധിച്ച് കാലം കടന്നു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചകമാണ് സായങ്കാലവും പ്രാതഃകാലവും. കാരണം അയാൾ ഇരു സന്ധ്യകളിലും നിർബന്ധമായും സന്ധ്യാവന്ദനങ്ങൾ ചെയ്യും. ഇപ്പം നിർബന്ധമായും സന്ധ്യാവന്ദനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ കഴിയുന്ന സായങ്കാലവും പ്രാതഃകാലവും തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയാലോ അത് ഋതുക്കളാകുന്നു. 6 ഋതുക്കൾ കടന്നു പോകുമ്പോഴോ ഒരു സംവത്സരമാകുന്നു. അങ്ങനെ സംവത്സരങ്ങൾ കടന്നു പോകുമ്പോഴോ സംവത്സര ചക്രം തന്നെ കടന്നു പോകും. ഇങ്ങനെ കാലഃ ക്രീഡതി, കാലം കളിക്കുകയാണ്. എന്തുകൊണ്ട് കളിക്കുന്നു എന്ന് പറയുന്നു? വീണ്ടും വീണ്ടും രാവിലെയാകുന്നു, വീണ്ടും വീണ്ടും രാത്രിയാകുന്നു. ഒരു രാത്രി കടന്നുപോയി മറ്റൊരു കാലം വരികയല്ല, വീണ്ടും രാത്രി തന്നെയാണ്, വീണ്ടും പകലാണ്. അതുപോലെ ഋതുക്കൾ ആവർത്തിക്കുകയാണ്, ഓരോ വർഷവും ഋതുക്കൾ ആവർത്തിക്കുകയാണ്. ഇനി സംവത്സര ചക്രം നോക്കിക്കഴിഞ്ഞാൽ 60 വർഷം കഴിയുമ്പോൾ വീണ്ടും അതേ രീതിയിൽ വർഷങ്ങൾ ആരംഭിക്കുകയാണ്. ഇങ്ങനെ അത് കാലം കളിക്കുകയാണ്. ഇങ്ങനെ കാലം കളിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് കാലം കളിച്ച് അങ്ങനെ സുഖമായി പോകും, സന്തോഷമായിട്ട്. കളിക്കുന്ന ആൾക്ക് എപ്പോഴും സന്തോഷമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചോ ഗച്ഛത്യായുഹു, ഒരു വർഷം
കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു സംവത്സരം കഴിഞ്ഞു നമ്മൾ തമ്മിൽ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ രണ്ടുപേരുടെയും മരണം ഒരു വർഷം ഇങ്ങോട്ടായി എന്നാണ്. അതാണ് ഗച്ഛത്തി ആയുഹു, ആയുസ് പോകുന്നു. തദപി, ഇതാണ് വസ്തുത. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ആയുസ് കുറയുകയാണ്. കാരണം മരണസമയം മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. ജനിച്ചാൽ മരണം സുനിശ്ചിതവുമാണ്. ഒരു നിമിഷം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധ്യമല്ല മരണസമയം. അപ്പോൾ കാലത്തിൻ്റെ ഗതിയിൽ ഓരോ നിമിഷം മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മരണം അത്രയ്ക്ക് ഇങ്ങോട്ട് വരികയാണ്. അതാണ് ഗച്ഛത്തി ആയുഹു, ആയുസ് പോകുന്നു. തദപി, എന്നിരിക്കലും. ഇതെല്ലാം മനസ്സിലാക്കിയാലും, അഥവാ ഇതാണ് വസ്തുത എങ്കിലും, തദപി എന്നുള്ളതിന് അവിടെ രണ്ടർത്ഥം പറയാം. തദപി എന്നുള്ളതിന് വാക്കിനർത്ഥം എങ്കിലും എന്നേ ഉള്ളൂ. അപ്പോൾ എങ്കിലും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതാണ് സ്ഥിതി എങ്കിലും. ഇതൊരു വസ്തുതയാണ്, ഇതാർക്കും മാറ്റാൻ കഴിയാത്തതാണ്. എങ്കിലും അഥവാ ഇതറിഞ്ഞാൽ തന്നെയും ആയുസ് പോകുന്നു എന്നുള്ളത് സാമാന്യമായിട്ട് എല്ലാവരും അറിയുന്നതാണ്. ഒന്നിരുന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും ഓർമ്മ വരും. പക്ഷേ പല വ്യവഹാരങ്ങളുടെ മധ്യത്തിൽ പെടുമ്പോൾ ആയുസ് പോവുകയാണെന്ന് നമ്മൾ ഓർമ്മിക്കാറില്ല. തൻ്റെ ചുറ്റുപാട് വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ, പരിചിതർ മരിച്ചാലും അതിനു വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്താലും എൻ്റെ മരണം അടുത്ത് വരുന്നു എന്നുള്ളതിനെ നമ്മൾ ഓർമ്മിക്കാറില്ല. അതാണ് തദപി എന്നുള്ളതിൻ്റെ അർത്ഥം. ഇതൊക്കെ അറിഞ്ഞാലും ന മുഞ്ചത്യാശാവായുഹു, ആശയാകുന്ന വായുവെ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ആശയാകുന്ന വായു നമ്മെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ് ആശ. അതുകൊണ്ട് ആശയെ വായു എന്ന് പറഞ്ഞിരിക്കുക. വായു നിരന്തരം പ്രവഹിക്കുന്ന ആളാണ്. വാതി, പ്രവഹിക്കുന്നു എന്നുള്ളതാണ് വായുവിൻ്റെ സ്വഭാവം. വാതീതി വായു എന്ന് പറയാറുണ്ട്. പ്രവഹിക്കുന്ന ആളാണ് വായു. അപ്പം നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവാഹത്തിൽ നമ്മളെയും കൊണ്ടുപോവുകയാണ് വായു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആശ, അതെനിക്ക് കിട്ടും, ഇതെനിക്ക് കിട്ടും, അത് കിട്ടണം, ഇത് കിട്ടണമെന്നുള്ള ആശ, ഇതാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഉപേക്ഷിക്കുന്നില്ല. ഇവിടെ ആശ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പലതിനെ ആഗ്രഹിക്കുന്നു. സ്ഥാനങ്ങളെയാകാം, മാനങ്ങളെയാകാം, ധനത്തിനെയാകാം, വ്യക്തികളെയാകാം, പലതാകാം. പല പല ആഗ്രഹങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ആഗ്രഹങ്ങൾ പ്രധാനമായി രണ്ടുണ്ട്. ഒന്ന്, ലഭിക്കും എന്ന് ഉറപ്പുള്ളതിനെ ആഗ്രഹിക്കുന്നത്. രണ്ട്, ലഭിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തതിനെ ആഗ്രഹിക്കുന്നത്. ലഭിക്കുമെന്ന് ഉറപ്പുള്ളതിനെ ആഗ്രഹിച്ചാൽ അത് പ്രതീക്ഷയാണ്. ലഭിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തതിനെ ആഗ്രഹിച്ചാൽ അതാണ് ആശ. ഒരു നിശ്ചയമില്ല ആശയ്ക്ക്, വരാം വരാതിരിക്കാം. ഈ ആശയെ ഉപേക്ഷിക്കാതെ അതിൽപ്പെട്ട് വട്ടം കറങ്ങുകയാണ് മനുഷ്യൻ. ഇത്രക്കേറെ ആയുസ് പോകുന്നത് അറിഞ്ഞാലും ആശയെ ഉപേക്ഷിക്കുന്നില്ലല്ലോ. എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അതാണല്ലോ എന്നിവിടെ നമ്മെ ചിന്തിപ്പിക്കുകയാണ് ഭഗവാൻ ഭാഷ്യകാരൻ. ഇങ്ങനെ വിചാരം ജനിപ്പിക്കുന്ന ശ്ലോകങ്ങളാണ് ഓരോന്നും. അവയെ നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ധർമ്മസ്വരൂപമാണ് ഭഗവാന്റെ തേജസ്. ആ തേജസ്സിനെയാണ് ഭക്തർ ഭജിക്കുന്നത്. ഓരോ സ്തുതിയും ഭഗവാന്റെ തേജസ്സാണ്. അതുകൊണ്ട് തന്നെ ധർമ്മം അനുഷ്ഠിക്കുന്നതായിരിക്കണം ഭഗവാന്റെ സ്തുതികൾ. ഭാഗവതത്തിലൂടെ ഈ ആശയത്തെ വിവരിക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അംബരീഷ ചരിതത്തിലെ അംബരീഷൻ സുദർശന ചക്രത്തെ സ്തുതിക്കുന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകം, ഒന്ന് രണ്ട് ശ്ലോകം കൂടെ നമുക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതൊക്കെ ഇങ്ങനെ സ്തുതിക്കണം. സുദർശനത്തെ സ്തുതിക്കുന്നത് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് പറയുകയാണ്, ത്വത്തേജസാധർമ്മമയേന സംഹൃതം തമപ്രകാശച്ഛധ്യാധ്യതോ മഹാത്മനാം ദുരധ്യയസ്തേ മഹിമാ ഗിരാംബതേ തദ്രൂപമേതത് സദസത് പരാപരം. പറയാണ്, ഗിരാംപതി. ഗിരെന്ന് പറഞ്ഞ വാക്കുകളാണ്. വാക്കുകളുടെയൊക്കെ പതിയായിരിക്കുന്നവൻ. എല്ലാ വാക്കുകളും ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നാണ് ഒരു ഭക്തൻ്റെ വിശ്വാസം. ശരി തന്നെയാണ്. നമ്മുടെ
നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അത് വിഘ്നമില്ലാതെ പൂർത്തീകരിക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കും. സമാപ്തികാമോ മംഗളം ആചരേത്. സമാപ്തി ആഗ്രഹിക്കുന്നവർ മംഗളം ആചരിക്കണം എന്നാണ് വിശ്വാസം. സമാപ്തിയെ ആഗ്രഹിക്കുന്നവർ എല്ലാവരും തന്നെ ശബ്ദം കൊണ്ടുള്ള ആയാലും ശരി, മറ്റെന്ത് കർമ്മമായാലും അതിനെല്ലാം ഈശ്വരസ്മരണാപൂർവം ആരംഭിക്കണമെന്ന് പറയും. എന്തുകൊണ്ടാണ് ഇവിടെ പറയുകയാണ്, ഗിരാമ്പതേ, വാക്കുകളുടെ പതിയായിട്ടുള്ള അല്ലയോ ഭഗവാനെ. ഭഗവാൻ വാക്കുകളുടെ പതിയാണ്. ധർമ്മമയേന, ധർമാത്മകമായിരിക്കുന്ന ധർമ്മസ്വരൂപമായിരിക്കുന്ന ത്വത്തേജസ, ഭഗവാന്റെ തേജസ്സിനാൽ. ഭഗവാന്റെ തേജസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതെന്താണ്? ഭഗവാന്റെ തേജസ് ധർമാത്മകമാണ്, ധർമ്മസ്വരൂപമാണ്. ആ തേജസ്സിനെയാണ് നമ്മളെപ്പോഴും ഭജിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നിൽക്കുന്നത്, ഓരോ സ്തുതികളും എടുത്തു വെച്ച് നോക്കുക, അതിലെല്ലാം ഭഗവാന്റെ തേജസ്സിനെയാണ് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മസ്വരൂപമാണ് ഭഗവാന്റെ തേജസ്. അപ്പോൾ എങ്ങനെ വേണം ആ സ്തുതി ചൊല്ലുവാൻ? ധർമാത്മകമായിട്ട്, ധർമ്മം അനുഷ്ഠിക്കുന്നവരായി ഇരുന്നു കൊണ്ട് വേണം ഭഗവസ്തുതി ചൊല്ലുവാനാണ്. പിന്നെയോ മഹാത്മന, മഹാത്മാക്കളുടെ, സുഹൃതികളായിരിക്കുന്ന ജനങ്ങളുടെ. നമുക്കറിയാം, മഹാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി എന്നാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുക. മഹാത്മാക്കളുടെ പാത പിന്തുടരണം, മഹാത്മാക്കളുടെ ചര്യ അനുഷ്ഠിക്കണം, മഹാത്മാക്കളുടെ വാക്കുകൾ നമ്മൾ ശ്രവിക്കണം, മഹാത്മാക്കളെ അനുഗ്രഹിക്കണം. യദ്യദാചരിത ശ്രേഷ്ഠ തത്തദേവ ഇതരോചന എന്ന് ഗീതയിൽ പറയും. അതുപോലെ നമ്മൾ ആചരിക്കണം, മഹാത്മാക്കളുടെ പന്ഥാവിനെയാണ് പിന്തുടരേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുണ്യസുഹൃതികളായിരിക്കുന്ന മനുഷ്യർ നമ്മളെപ്പോലെയല്ല. നമ്മൾ യാദൃശ്ചികമായി ലഭിക്കുന്നത് കൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിച്ച് അതിനകത്ത് വരുന്ന ദുഃഖങ്ങളിനകത്ത് ആമഗ്നരായും സുഖത്തിനകത്ത് സന്തോഷിക്കുന്നവരുമാണ്. പക്ഷേ മഹാത്മാക്കളായിട്ടുള്ള സുഹൃത്തുക്കൾ അവരൊരിക്കലും സുഖദുഃഖങ്ങളിൽ വ്യാകുലപ്പെടാറില്ല. രണ്ടിലും തുല്യരായിരിക്കും. സുഖദുഃഖേ സമയേ കൃത്വ, സുഖത്തിലും ദുഃഖത്തിലും തുല്യ മനസ്സോടുകൂടിയവരായിരിക്കും ആര്? മഹാത്മാക്കൾ. അവർക്ക് ഇന്ദ്രിയങ്ങൾ അവരുടെ നിയന്ത്രണത്തിലായിരിക്കും. ആമ തൻ്റെ അവയവങ്ങളെ ഉള്ളിലോട്ട് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ സ്വമേധയാ നിയന്ത്രിച്ച് വയ്ക്കാനുള്ള കഴിവ് മഹാത്മാക്കളായ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് മനുഷ്യന്, സാധാരണ ഒരു മനുഷ്യന് അപ്രാപ്യമായിരിക്കുന്ന ഗുണഗണങ്ങൾ മഹാത്മാക്കളിൽ ഉള്ളതുകൊണ്ടാണ് അവരുടെ പാതയെ നമ്മൾ പിന്തുടരണം, അവരെ നമിക്കണം, അവരോട് ഉപദേശങ്ങൾ തേടണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സിനെ ജയിക്കാൻ സാധിക്കില്ല. മനോജയം കൈവരിക്കുന്നത് സുഹൃതികളായിട്ട് തപസ്സികളായ വ്യക്തികൾ മാത്രമാണ്. അങ്ങനെയുള്ള സുഹൃതികളായ വ്യക്തികളായ മഹാത്മാക്കളുടെ തമഹ, അജ്ഞാനരൂപമായിരിക്കുന്ന അന്ധകാരം സംഹൃതം, സംഹരിക്കപ്പെട്ടു. ആരുടെ ഉള്ളിലാണോ അറിവില്ലായ്മ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പറഞ്ഞാൽ, അറിവില്ലായ്മയാണ് നമ്മുടെയൊക്കെ ഉള്ളിലെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യം. പുറമേ നമുക്ക് നോക്കുമ്പം നമുക്ക് ഓരോ വസ്തുക്കളെ കാണാൻ സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് സാധിക്കും. പക്ഷേ അകത്തെ പ്രകാശം, അകത്തൊരു പ്രകാശം ഉണ്ടായിരിക്കണം. ആ അകത്തെ പ്രകാശത്തിലൂടെ മാത്രമേ, അതേതാണ് ആ പ്രകാശം? ഈ മഹാത്മാക്കൾ തരുന്ന ഉപദേശസാരങ്ങളായിരിക്കുന്ന പ്രകാശമാണ്. അതിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരു ചൈതന്യവത്തായ ഒരു അനുഭവ സമ്പത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരുടെ സംഹരിക്കപ്പെട്ട അജ്ഞാനരൂപമായിരിക്കുന്ന അന്ധകാരം ആരുടെ ഉള്ളിലാണോ നിശേഷമില്ലാതാക്കപ്പെട്ടിരിക്കുന്നത്, പ്രകാശഃ ച ധൃതഃ, പ്രകാശം ധരിക്കപ്പെടുകയും ചെയ്തത്, തേ മഹിമ, അങ്ങനെയുള്ളവരുടെ മഹിമാവ്, അങ്ങനെയുള്ളവരുടെ മഹത്വം എന്ന് പറയുന്നത് ദുരത്യ, അതിക്രമിക്കപ്പെടുവാൻ ഉള്ളതാണ്. ദുരത്യ എന്ന് പറഞ്ഞാൽ അതിനെ അതിക്രമിക്കപ്പെടുവാനുള്ളതാണ്. കഴിയാത്തതാകുന്ന സദസത്, കാര്യകാരണ രൂപമായിരിക്കുന്ന പരാപരം, ഉത്കൃഷ്ടമെന്നോ നികൃഷ്ടമോ ആയിരിക്കുന്ന ഏതത് തദ്രൂപം, നിൻ്റെ രൂപമാകുന്നു. അല്ലയോ പരമാർത്ഥ
തേജസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ധർമ്മവിരോധികളെ നശിപ്പിക്കുകയും ധർമ്മനിഷ്ഠന്മാരായിരിക്കുന്ന ആളുകളെ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. നിന്തിരുവടിയുടെ തേജസ് എന്ന് പറയുന്നത് ഭഗവത് ഉപാസകരുടെ അജ്ഞാനമാകുന്ന മറയെ മാറ്റി അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിച്ച് ആത്മസാക്ഷാത്കാരത്തിന് പാതയൊരുക്കുന്ന മാർഗമരുളുന്ന ഒന്നാണ്. ജ്ഞാനപ്രകാശത്തെ അവർക്ക് നൽകിക്കൊണ്ട്, അല്ലയോ ഭഗവാനെ, നിന്തിരുവടിയുടെ മഹിമ ആർക്കും അതിക്രമിക്കുവാൻ സാധിക്കാത്ത ഒന്നാണ്. ഈ മഹിമയെ ആർക്കും അതിക്രമിക്കാൻ, ഭഗവാന്റെ മഹിമയെ അതിക്രമിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഭഗവാനെ കാര്യകാരണ രൂപമായിരിക്കുന്ന ഉത്കൃഷ്ടമായിരിക്കുന്ന കാണപ്പെടുന്ന സകല വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന ഈ ലോകം അങ്ങയുടെ പ്രകാശത്താൽ, ഭഗവാന്റെ പ്രകാശത്താൽ എന്നും പ്രകാശിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. ഭഗവത് പ്രകാശത്താലാണ് ഈ ലോകം പ്രകാശിക്കുന്നതെന്ന് അർത്ഥം. എല്ലാവരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് യാതൊരുവിധ ദോഷങ്ങളെയും മനസ്സിൽ ചിന്തിക്കാതെ അന്ധകാരത്തെ ഉള്ളിൽ നിന്ന് അകറ്റുക. പുറമേ വസ്തുക്കളെ കാണാൻ പ്രകാശമെന്ന് പറഞ്ഞ പോലെ അകത്തെ ജ്ഞാനത്തെ അറിയാൻ, തന്നെ അറിയുവാനുള്ള അറിവിനെ സ്വാംശീകരിക്കുവാൻ ഭഗവത് കൃപാപൂർവം പ്രാർത്ഥനയും അനുഷ്ഠാനങ്ങളും കൊണ്ട് ധന്യമാക്കുക ജീവിതം. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. पाहि मां श्रीरामचन्द्र पाहि मां रघुरामा श्रितजनावन सौम्य सीमा पाहि मां परं धामा जय राम जय राम जय जय राम श्री राम जय राम जय जय राम जय राम जय राम जय जय